ഗൈസ് ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്ന് ഏറ്റവും കൂടുതൽ തപ്പിയിടുന്ന സാധനമാണ് നല്ല ഫ്രഷ് മീൻ. ആകെ ഒരു 5-6 ഓപ്ഷൻസേ ഉള്ളൂ എങ്കിലും എനിക്കതിൽ ആകെ അറിയാവുന്ന തിലാപ്പിയ മീനായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ മേടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ തിലാപ്പിയുടെ 2 മീൻ മേടിച്ചിട്ടുണ്ട്. ഗൈസ് ഐ ഡോണ്ട് നോ, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ സൗത്ത് ആഫ്രിക്ക വന്നിട്ട് ആദ്യമായിട്ടാണ് മീൻ കഴിക്കാൻ പറ്റുന്നത്. നന്നായിട്ട് വീട്ടിലുണ്ടാക്കിയ മീൻ കറി. സോ ഐ ആം ഗോണ ഷൂട്ട് ദിസ് വ്ളോഗ് ഫോർ മീൻ കറി വ്ളോഗ്. അപ്പോൾ അവർ തന്നെ നമുക്ക് ഫിഷൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. അങ്ങനെ ക്ലീൻ ചെയ്ത ഫിഷ് ബില്ലടിക്കാൻ പോവാണ്. ഏകദേശം 450 രൂപ വിലയുള്ള മീനാണിത് ഗൈസ്. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ. എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ സവാള ഒരു സവാള അരിഞ്ഞതിട്ടു. പിന്നെ നല്ലോണം അത് നമ്മൾ വഴറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഫിഷ് മസാല. അപ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല എന്നുള്ള ഓർമ്മ വന്നു. പിന്നെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് പിന്നെയും നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് മിക്സിയിൽ തേങ്ങയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പം പച്ചമുളക്, കുറച്ചുള്ളി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെയും കുറച്ച് ഫിഷ് മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ മസാലകളിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ആഡ് ചെയ്തു, പിന്നെ വെള്ളം ആഡ് ചെയ്തു. നമ്മുടെ എല്ലാം കുഞ്ഞ് മിക്സിയിൽ നമ്മൾ മിക്സി അടിച്ചെടുക്കുവാണ്. റെഡിയായി. നമ്മൾ പിന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. പക്ഷേ തേങ്ങ നല്ലോണം അരഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് സെറ്റാക്കി എടുക്കാം. കുടംപുളി ഇല്ലാത്ത സ്ഥിതിക്ക് വാളംപുളി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പുളിവെള്ളം നമ്മൾ ഒഴിച്ചു. പിന്നെ നല്ലോണം നമ്മൾ അത് കുറുകാനായിട്ട് വെച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ ഫിഷൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നാട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരുമെന്ന് തോന്നില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. തിളയ്ക്കുന്ന എൻ്റെ മീൻകറി. എന്തായാലും മീൻകറി ഉണ്ടാക്കില്ല, അപ്പം കുറച്ച് മീൻ വറുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫിഷ് മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നമ്മൾ നല്ല പേസ്റ്റായിട്ട് മസാല റെഡിയാക്കുവാണിപ്പോൾ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം ഗൈസ്. നല്ല തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. എനിക്ക് കറിവേപ്പില ഇട്ടിട്ട് മീനൊക്കെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ കറിവേപ്പില ഇട്ടു. പിന്നെ അതിലോട്ട് നമ്മൾ മീനൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ മീൻ വറുക്കാൻ വെച്ചു ഗൈസ്. ഇതപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇതാണ് മീൻകറിയുടെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കരിഞ്ഞ മീൻ വറുത്തത്. അപ്പം നമ്മുടെ മിഷൻ സക്സസ് ഗൈസ്.